ഹേയ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ ഒരു അടിപൊളി ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന മോൾഡിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഈ ക്യാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പുറത്ത് വെച്ചാൽ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് 8 ബ്രെഡിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അരിഞ്ഞരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് 2 കോഴിൻ്റെ മുട്ട ആഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിടുന്നത് നമ്മുടെ ഏലക്കായാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏലക്ക ഇടുന്നത്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വാനില എസൻസ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മളിതാ കുറച്ച് പാലൊഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് അടിച്ചങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്യാരമൽ സെറ്റാക്കി വെച്ചേക്കണം മോൾഡിലോട്ട് ഈ ഒരു മിക്സ് അരിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ, അരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതൊരു 30 മിനിറ്റത്തേക്കൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമ്മളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി നല്ല അടിപൊളിയാണ്. ഞാനിവിടെ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കാണാനൊക്കെ ലുക്കിൽ വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, നല്ല അടപടലം ഫ്ലോപ്പായി. ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവുന്നത് നല്ലതാണ്. ആരെങ്കിലുമൊക്കെ കണ്ണു വെച്ചാലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ഡേ